നമസ്കാരം, മണി മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗോൾഡിൻ്റെ വിലയെപ്പറ്റിയാണ്. നമ്മളിൽ പലർക്കും ഈ ഗോൾഡിൻ്റെ വില കുതിച്ചു കയറുന്ന കണ്ടിട്ട് ഒരു ആശങ്ക തോന്നും. പ്രത്യേകിച്ച് ഈ വരുന്ന മാസങ്ങളിലൊക്കെ കല്യാണം ആലോചിച്ചിരിക്കുന്നു, കല്യാണം നടത്തേണ്ടി വരുന്നവർക്കും മറ്റും ഈ ഗോൾഡിൻ്റെ പ്രൈസ് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പലർക്കും തോന്നും. നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ നല്ലൊരു അവസരമാണ്. ഗോൾഡ് നല്ല രീതിയിൽ കയറുന്നുണ്ട്. ഇനിയും ഈ ഗോൾഡിൻ്റെ പ്രൈസ് കയറുമോ എന്നാണ് പലർക്കും ഒരു ആശങ്കയുള്ളത്. തീർച്ചയായിട്ടും ഗോൾഡിൻ്റെ പ്രൈസ് കയറാൻ തന്നെയാണ് സാധ്യത. ഇനി വരും മാസങ്ങളിൽ ഈ 66,000 അല്ലെ 55,000 എന്ന നിലയിൽ നിന്ന് 75,000 വരെ പോയാലും അതിശയിക്കാനൊന്നുമില്ല. അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. പ്രധാനമായും അമേരിക്കയിലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതാണ് ഒരു കാരണം. അമേരിക്കയിലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കും മറ്റും റിട്ടേൺ കുറയും. അപ്പോൾ ഇത്തരത്തിൽ നല്ല റിട്ടേൺ കിട്ടുന്ന മറ്റൊരു നിക്ഷേപ മാർഗം എന്ന രീതിയിൽ ആൾക്കാർ കൂടുതലും ഈ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഒന്നാമത്തെ കാരണം. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങുന്നത് ഇന്ത്യയും ചൈനയുമാണ്. ചൈനയിൽ സാധാരണഗതിയിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ നിക്ഷേപിച്ചിരുന്നത് റിയൽ എസ്റ്റേറ്റിലാണ്. ഈ റിയൽ എസ്റ്റേറ്റ് നമുക്കറിയാം, ചൈനയിൽ വളരെ മോശം പ്രകടനമാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. പല കമ്പനികളിലും തകർന്ന് തരിപ്പണമായി. അപ്പോൾ ആൾക്കാർ ഇനി മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന നിലയിലാണ് ഗോൾഡിനെ ആശ്രയിക്കുന്നത്. യുവതലമുറ കൂടുതലായി ഗോൾഡിൽ നിക്ഷേപിക്കുന്നു എന്നതാണ് അവിടുന്ന് വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതും ഗോൾഡിൻ്റെ പ്രൈസ് വർദ്ധിക്കുന്നതിനൊരു പ്രധാന കാരണമാണ്. കഴിഞ്ഞ മാസങ്ങളിൽ ഇന്ത്യയേക്കാൾ കൂടുതൽ ഗോൾഡ് ചൈന പർച്ചേസ് ചെയ്തതായി കണക്കുകൾ കാണിക്കുന്നു. മറ്റൊന്നൊരു സേഫ്റ്റി നിക്ഷേപ മാർഗം എന്ന നിലയിൽ ഗോൾഡിനെ പലരും ആശ്രയിക്കുന്നു. നമുക്കറിയാം, ഇപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധം, അതുപോലെ പാലസ്തീൻ യുദ്ധം, ഇത്തരത്തിൽ പലപ്പോഴും യുദ്ധം നടക്കുമ്പോൾ ഏറ്റവും നല്ല നിക്ഷേപ മാർഗം, അതായത് ഏറ്റവും സ്ഥിരതയുള്ള നിക്ഷേപ മാർഗം എന്ന രീതിയിൽ പലപ്പോഴും ഗോൾഡിനെയാണ് ഈ അവസരങ്ങളിൽ നിക്ഷേപ മാർഗമായി കാണുന്നത്. ഇത്തരത്തിൽ ആഗോളതലത്തിലുള്ള അസ്ഥിരതകൾ ഉണ്ടാകുന്ന സമയത്ത് ഗോൾഡിൻ്റെ വില ഉയരുന്നതായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. മറ്റൊന്ന്, സെൻട്രൽ ബാങ്കുകൾ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ മാസങ്ങളിലായി ഏതാണ്ട് 14ഓളം സെൻട്രൽ ബാങ്കുകൾ ഈ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നു. ഇത് ഗോൾഡിൻ്റെ വിലയെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രധാനമായും ചൈനയാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് പർച്ചേസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു കാരണം ഡോളറൈസേഷനാണ്. പലപ്പോഴും നമ്മൾ പെട്രോ ഡോളർ എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സൗദിയും അമേരിക്കയും തമ്മിലുള്ള കരാറ് റദ്ദ് ചെയ്തു എന്നുള്ള ന്യൂസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇത്തരത്തിൽ നമുക്ക് കറൻസിക്ക് പകരം കണക്കാക്കാൻ പറ്റുന്ന ഒരു സ്ഥിരതയുള്ള ഒരു നിക്ഷേപ മാർഗമായി നമുക്ക് ഗോൾഡിനെ കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് ഈ ഡോളറൈസേഷൻ്റെ ഭാഗമായും രാജ്യങ്ങൾ ഗോൾഡ് വാങ്ങിക്കൂട്ടുന്നത് ഇത്തരത്തിൽ ഗോൾഡിൻ്റെ വില കൂടാനുള്ള ഒരു പ്രധാന കാരണമാണ്. ഇത്തരത്തിൽ ഗോൾഡിൻ്റെ വില കൂടുമ്പോൾ നമുക്കതിനെ എങ്ങനെ ഒരു നിക്ഷേപ അവസരമായി വാങ്ങാം എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇതിനായി നമ്മൾ ഗോൾഡ് ETFകളിലോ സോവറിൻ ഗോൾഡ് ബോണ്ടുകളിലോ നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ്. ആഭരണങ്ങൾ വാങ്ങി സൂക്ഷിക്കുമ്പോൾ നമുക്കറിയാം അത് സൂക്ഷിക്കാനുള്ള ചിലവ്, അതുകൂടാതെ പണിക്കുറവ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് എക്സ്പെൻസുകൾ നമ്മളുടെ നിന്ന് ചിലവാകും. ഇതെല്ലാം ഒഴിവാക്കി ഡിജിറ്റൽ ഗോൾഡുകൾ നമ്മൾ വാങ്ങി സൂക്ഷിക്കുക. ഇതിലൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് സോവറിൻ ഗോൾഡ് ബോണ്ടും ഗോൾഡ് ETFലും ഈസി ആയിട്ട് നമുക്ക് നിക്ഷേപിക്കാൻ കഴിയും.